കുട്ടീസ് നല്ല സ്മാർട്ടായിട്ടുണ്ട്. ഹലോ, നമ്മുടെ നെടുമങ്ങാട് കുലുങ്ങണം. ഹലോ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചു. ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, ഫുഡ് കഴിച്ചവരെല്ലാവരും അകത്ത് വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് പുതിയൊരു വർഷത്തിലേക്ക് കർത്താവിനെ ആരാധിച്ച് നൃത്തം ചെയ്ത് പാടി പുതിയൊരു വർഷത്തിലേക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കയറാനായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഇതുപോലെ നമുക്ക് കൂടി വരാൻ കഴിഞ്ഞില്ല. നമ്മളെല്ലാവരും അവരവരുടെ വീടുകളിലായിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു നമ്മളെല്ലാവരും പുതുവർഷ ആരാധനയിൽ പങ്കെടുത്തത്. എന്നാൽ വലിയവനായ ദൈവം ഈ വർഷം എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാനായിട്ട് സഹായിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന KFM കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളോടൊപ്പം ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സമയം നമ്മുടെ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് നമ്മുടെ നെടുമങ്ങാട് ചർച്ചിൻ്റെ ഏരിയ പാസ്റ്റർ ആയിരിക്കുന്ന സെൽവൻ അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. പോരാ, ഹല്ലേലൂയ. 2022 പ്രാരംഭം കണ്ട നമ്മെ ഈ അവസാന നിമിഷം വരെ എത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം ചെയ്ത നല്ല ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഓ, നെടുമങ്ങാട് പട്ടണം കുലുങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ മോശയുടെ 5-ാം പുസ്തകമായ ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിലൊരു വാക്യമുണ്ട്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ എൻ്റെ ദൃഷ്ടി നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആരംഭം മുതൽ അവസാനം വരെയും കർത്താവേ നിന്റെ ദൃഷ്ടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്നെ നടത്തി. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പുതിയൊരു വർഷത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് എത്ര പേർ പറയും? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഹല്ലേലൂയ ഇപ്പോൾ നടക്കും. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം ഞങ്ങൾ ഓർക്കുന്നു. അപ്പോൾ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഹല്ലേലൂയ എൻ്റെ ദൃഷ്ടി നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് കർത്താവേ ഞങ്ങളുടെ മേൽ നിറവേറ്റിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ചില നാളുകൾ ചില വർഷങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് ഇതുപോലെ ശുശ്രൂഷ നടത്തുവാൻ സാഹചര്യമില്ലാത്ത അനുഭവങ്ങളായിരുന്നെങ്കിലും പിന്നത്തെ കർത്താവ് ഈ വർഷം കർത്താവേ അതിനായുള്ള ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, പരിപാലിച്ച ദൈവത്തിന്റെ പാദപിടുത്തെങ്കിൽ ആയിരിക്കാൻ ഹല്ലേലൂയ. സ്വർഗ്ഗം ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുക്കുന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മക്കളായ കുഞ്ഞുങ്ങൾ നിന്റെ സേനയിൽ കർത്താവേ അവരുടെ പ്രോഗ്രാമുകൾ ഹല്ലേലൂയ കർത്താവേ അവതരിപ്പിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവമഹത്വത്തിനായി തീരുവാൻ സ്വർഗ്ഗം ഇടവരുത്തും, അത്ഭുതം പ്രവർത്തിക്കും. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യ ദൂതന്മാരുമായി ഇറങ്ങി വന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ. ഒരിക്കൽ കൂടി ആമേൻ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാനാണ്, അല്ലേ? അപ്പോൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. സോ നമ്മുടെ KFMന്റെ കാരേറ്റ്, വിതുര, പാലോട്, സിറ്റി, നെടുമങ്ങാട് ഇങ്ങനെ 5 ചർച്ചിലെയും മെമ്പേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള കാരേറ്റ് KFM ചർച്ചിൽ നിന്നാണ് പ്രോഗ്രാം. എത്ര പേർ കാരേറ്റ് ചർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്? ക്യാൻ യു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് പ്ലീസ്? എല്ലാവർക്കും ഒന്ന് കൈയൊന്ന് ഉയർത്താവോ? ഓക്കെ, നിങ്ങളുടെ ചർച്ചിൽ നിന്നാണ് പവർഫുൾ ആയിട്ടുള്ള ടൈനി ടോട്സിന്റെ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ആണ്. അപ്പോൾ എത്ര പേര് എക്സൈറ്റഡ് ആണ്? ആർ യു റെഡി? ഒച്ചോടാ, ആർ യു റെഡി? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കളിക്കുന്നത്. ആർ യു റെഡി? വെരി ഗുഡ്. ലെറ്റ്സ് വെൽക്കം them onto the stage. Wave a goodbye to the old and embrace the new week full of hope, dream and ambition. Wishing you a happy new year full of happiness. പഴമയോട് വിട പറയുകയും പ്രതീക്ഷയും സ്വപ്നവും അഭിലാഷവും നിറഞ്ഞ പുതിയതിനെ സ്വീകരിക്കുകയും ചെയ്യുക. സന്തോഷം നിറഞ്ഞ പുതിയ അവസര ആശംസകൾ. ഏവർക്കും KFM കാരേറ്റ് ചർച്ചിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. Merry Christmas and a Happy New Year. Dashing through the snow in a one-horse open sleigh.
one-horse open sleigh. O'er the fields we go, rocking all the way. The bells on mountain ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. What fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോടും കേട്ടിരുന്നു ദൈവപുത്രൻ വീരക്കൂടുന്ന കണ്ണും കണ്ണും സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും
a goodbye to the old and embrace the new with full of hope, dream. ഹലോ, നിങ്ങൾക്കെല്ലാം പ്രോഗ്രാം ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? എനർജി ഇത്രയും പോരാ, ചിക്കനും ചപ്പാത്തിയും അപ്പം എല്ലാം കഴിച്ചതാ. ഇഷ്ടപ്പെട്ടോ? യെസ്, വെരി ഗുഡ്. എനർജറ്റിക് ടൈനി ടോട്ട്സ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് ചില വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. ആദ്യം തന്നെ ഇവിടെ അവർ കളിച്ച പാട്ടിൽ തന്നെ പറഞ്ഞു സൂപ്പർ നാച്ചുറൽ ആണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അടുത്ത വർഷം സൂപ്പർ നാച്ചുറൽ ആണെന്ന്? യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലേ? ഈ കഴിഞ്ഞ 2 കൊല്ലവും ന്യൂ ഇയർ നടത്താതിരുന്നപ്പോഴും നമ്മളെ കർത്താവ് കൈവിട്ടോ? അയ്യോ, കർത്താവ് കൈവിട്ടോ? വിശ്വാസം ഉറപ്പ് കൈവിട്ടോ? ഇല്ല. ഈ വർഷവും അതുപോലെ നിങ്ങളെ കരുതട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? നിങ്ങൾ പിന്നെന്താ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിച്ചിട്ട് കൈയടിക്കാത്തെ? എല്ലാവരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങുന്നുണ്ടോ? പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ them. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദിവസം പ്രാക്ടീസ് ചെയ്ത് അവരിവിടെ ചെയ്തു. അപ്പോൾ നമ്മൾ കരങ്ങളടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സമയം നമുക്ക് പുറത്ത് ക്രിസ്മസ് ട്രീ നടക്കുന്നുണ്ട്. എത്ര പേര് അതിൽ പങ്കെടുത്തു? മിക്കവാറും എല്ലാവരും പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്നു. പങ്കെടുക്കാത്തവർ ഇനിയുണ്ട്. ഗ്രാൻഡ് പ്രൈസുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ പങ്കെടുക്കാനുള്ളവർ ഇനിയും ചെല്ലുക, ഓടി ചെല്ലുക. പ്രൈസുകൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. ആരെങ്കിലും അടിച്ചോണ്ടോ? ഓക്കെ. അപ്പോൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ വർഷം തന്നെ ഈ കഴിഞ്ഞ 25-ാം തീയതി നമ്മുടെ സഭ നടത്തിയിരുന്ന റാലിയെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. നിങ്ങളെല്ലാം കടന്നു വന്ന് സഹകരിച്ചു. അതിനോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആൻഡ് വി താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ യുവർ ഓൾ എഫേർട്സ്. അതിൽ അനേക യൂത്ത്സ് എല്ലാം അതിന് നല്ല സപ്പോർട്ടായിരുന്നു, നല്ല വർക്ക് ചെയ്തായിരുന്നു. ആൻഡ് ദേ ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ ദാറ്റ്. ആൻഡ് അതിനെല്ലാം നന്ദി ഈ സമയത്ത് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഓടൊപ്പം നമുക്കതിൽ പല രീതിയിലുള്ള പല രീതിയിലുള്ള മനുഷ്യരെ കർത്താവിലേക്ക് നയിക്കാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് KFM ചർച്ച് പാലോട് ഒരുക്കുന്ന ഒരു മനോഹരമായ സ്കിറ്റിലേക്കാണ് പോകുന്നത്. ആർ യു റെഡി? ഒരു വണ്ടർഫുൾ ക്ലാപ്പ്. അതായത് അവരെ അത്രയും അധികമായി നിങ്ങൾ സ്വാഗതം ചെയ്യണം. നല്ല എനർജറ്റിക് ആയിട്ട് ഒരു കൈയടി കൊടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം them onto the stage. വേദപുസ്തകത്തിലെ നല്ല ശമരിക്കാരന്റെ ഉപമയുമായി ബന്ധപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്നതും നമുക്ക് ചുറ്റും സംഭവിക്കുന്നതും കാണുന്നതുമായ സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലോട് KFM ചർച്ച് അവതരിപ്പിക്കുന്നു നല്ല ശമരിയക്കാരൻ. രാജു പാവപ്പെട്ട നിർധന കുടുംബത്തിലെ യൗവനക്കാരൻ. പിതാവ് മദ്യപാനി, അമ്മ രോഗിയും വിദ്യാഭ്യാസമില്ലാത്തവനും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനുമാണ്. കഴിഞ്ഞ 3 ദിവസത്തെ പട്ടിണി സഹിക്കാൻ കഴിയാതെ ഇവിടെ കിടന്നു. അയ്യോ, കുടിച്ച് പൂത്ത ഇവിടെ കിടന്നു. ആരാണിത്? അയ്യോ പാവം, പാവപ്പെട്ട പയ്യനാണ്, എടുക്കണ്ടേ? അയ്യോ തൊടല്ലേ തൊടല്ലേ തൊടല്ലേ. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോ. ഇത് ഡിങ്കൻ.
ഇത് ആരും ഇത് നമുക്കൊന്ന് നോക്കിയല്ലോ. അയ്യോ, ഇത് എന്തൊരു കഷ്ടമായത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമുക്ക് രാഷ്ട്രീയ വിശദീകരണമായി എടുത്താൽ നമുക്കൊരു വോട്ടിന് കിട്ടും. വോട്ട് അവകാശം എന്ന് എടുക്കാൻ കഴിയും. ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. ശരിയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ നേതാവിനെ ഒന്ന് വിളിക്കാം. ഓ ശരി. ഹലോ ഹലോ, നേതാവ് എവിടെയാണ്? വീട്ടിലാ? നേതാവ്, നമുക്ക് അടുത്ത വർഷത്തെ ഇലക്ഷന് വേണ്ടി ഒരു വലിയൊരു കോളുണ്ട്. നമുക്ക് ഇവനെ വെച്ച് നമുക്ക് വോട്ട് പിടിക്കാം. നേതാവ് വേഗം നിന്ന് വാ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. വോട്ട് ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യാ? ഈ ഒരു മനുഷ്യന് ഈ രീതിയിൽ അടിച്ചവശനായിപ്പെട്ടിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല. ആരെന്നറിയാമോ? ഇത് എന്നും ഇവിടെ നടക്കുന്ന പതിവാണ്. ഇത് എന്നും ഇവിടെ ഉള്ളതാണ് ഈ സംഭവം. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമുക്കിങ്ങനെ നിയമപരമായിട്ട് മുന്നേറണം. ഇത് ആരെങ്കിലും വിളിക്കണം. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്റെ നേതാവ് വരും, ഇപ്പോ വരും. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് സുഖം തന്നെ? ഓ പിന്നെ എന്ത് ഞാൻ അമ്മയോട് പഠിച്ചതാണേ. പറയണേ, ലളിത തിരക്കിന്ന് പറയണേ. നിങ്ങളുടെ മോങ്ങ കല്യാണം കഴിഞ്ഞ? ഓ മോ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. അതാ ഉണ്ട്, 100 പണിയായി. നമ്മുടെ നേതാവ് വന്നിട്ടുണ്ട്. നേതാവ് ആരും അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നേതാവിന്റെ ഇടപെടണം. പറഞ്ഞു തുടങ്ങിക്കോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് ഏതൊരു വിലയും കൽപ്പിക്കാത്ത ചില ക്രൂരന്മാർ ചേർന്നു ഒരു മനുഷ്യനെ അടിച്ച് തെരുവോരങ്ങളിൽ ഇട്ടിരിക്കുന്നു. ഇത് ചോദിക്കാനും പറയാനും ഈ സമൂഹത്തിൽ ആരുമില്ല. ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച കക്ഷികളൊന്നും ഞാനും എന്റെ പാർട്ടിയും ഇതിനെ ശക്തമായി എതിർക്കുകയും ഇതിനോടൊപ്പം വേണ്ട അധികാരികളെ അറിയിക്കുകയും ഇതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം എന്റെ പാർട്ടിയിലായിരിക്കുന്ന ചുണക്കുട്ടികളായ ആമ്പുള്ളർ ഇതിനു വേണ്ടി ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. ഇനിയും ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാൻ ഈ നാട്ടിൽ അതിശക്തമായ രീതിയിൽ ഞാനും എന്റെ പ്രവർത്തകരും നമുക്ക് പോവാം. നമ്മുടെ കയ്യിൽ നിൽക്കുക. എന്നാൽ നമ്മൾ അടുത്തതായി ഈ കിടക്കുന്ന വ്യക്തിയെ യഥാസ്ഥിതി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രവർത്തകരും പോയി ആ ആംബുലൻസും മറ്റ് സൗകര്യങ്ങളും സ്വീകരിച്ചു വരുന്നതായിരിക്കും. പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, നിന്റെ മകൻ എന്താ അവസ്ഥ പറ്റിയത് ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല. മകനുടെ പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹിമോള ദൈവമേ, ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു.
നാമം രാജുവിനെ പോലെ മുറിവേറ്റവനായി നിത്യമരണത്തിൽ അകപ്പെടാമായിരുന്ന നമ്മെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവപുത്രനായ യേശു നിത്യസ്നേഹത്തിനാൽ നമ്മൾ ഓഹരിക്കാരാക്കി മാറ്റിയ ആ യേശു കർത്താവിനെ നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് നന്ദി. നല്ലൊരു കൈയടി കൊടുത്തേ. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കൈയടി കൊടുക്കേണ്ടത്? ഇഷ്ടപ്പെട്ടില്ലേ സ്കിറ്റ്? നല്ലൊരു സന്ദേശമല്ലേ നമുക്ക് എല്ലാവർക്കും തന്നത്? നമ്മളും ഇതുപോലെ എവിടേക്കോ വീണ് കിടന്നതായിരുന്നു ഇല്ലേ? കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെല്ലാവരെയും ഇവിടെ ഇന്ന് കൂട്ടി വരുത്തിയത്. ഇവിടെ ഇന്ന് ആദ്യമായി വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെയും കർത്താവ് കൊണ്ടുവന്നത് ആ കർത്താവിൻ്റെ സ്നേഹമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകാം. ആരും റെഡിയല്ല? ഓക്കെ, അടുത്ത പ്രോഗ്രാം നമ്മുടെ KFM ചർച്ച് വിതുരയാണ് ഒരുക്കുന്നത്. അവരുടെ കൊയ്ത്തിൻ്റെ യജമാനൻ എന്ന സ്കിറ്റാണ്. അപ്പോൾ നമുക്കവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ. We welcome the Vithura church team on the stage. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. സുവിശേഷ ഘോഷണത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു യുവാവിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു ദൃശ്യ ആവിഷ്കാരം. കൊയ്ത്തിന്റെ യജമാനൻ. മനുഷ്യനെ, നിങ്ങൾ എവിടെ ഈ ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി വെച്ചോണം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ചതുപോലെ എവിടെ ഇരിക്കുന്നത് എന്നോട് ചോദിക്കരുത് ബൈബിള്. അല്ല അമ്മച്ചി, അപ്പച്ച ശനിയാഴ്ച ആയിട്ട് എടുക്കാറുണ്ട്. എന്നാലല്ലേ ഞായറാഴ്ച പ്രബോധിപ്പിക്കാൻ പറ്റൂ. എന്താ വേടാ രണ്ടുപേരും കൂടെ ആരാധനയും കഴിഞ്ഞു വന്നിട്ട് അപ്പച്ചനെ ഇട്ട് ഊതുക? എന്തായാലും ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു അല്ലേ അച്ചായ? ഇന്നത്തെ എന്റെ പ്രബോധനം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഈ മൂപ്പന്മാരെല്ലാരും കൂടി പ്രബോധിപ്പിക്കാനേ സമയം എടുത്തു കഴിഞ്ഞാലേ ഈ പാസ്റ്റർമാർക്കൊക്കെ നല്ല പ്രസംഗം എങ്ങനെയാ പ്രസംഗിക്കാൻ സമയം കിട്ടുന്നേ? ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു അമ്മച്ചി. ഓ, മോൻ ഇന്ന് പതിവില്ലാതെ അപ്പന് ഭയങ്കര സപ്പോർട്ടാണല്ലോ. എന്താ കാര്യം? ഇന്നല്ലാതെ അത് അങ്ങനല്ല വരത്തുള്ളൂടി. കുറെ നേരമായിട്ട് ഫോൺ റിങ് ചെയ്യുന്നല്ലോ. നീ കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ ആ ഫോൺ പോയി എടുക്കടി. ദുബായിൽ ജോണിക്കുട്ടിയായിരിക്കും. അവനാണല്ലോ സാറിന് ഈ സമയത്ത് വിളിക്കാറുള്ളത്. ഹലോ മോനെ ജോണിക്കുട്ടി, നീയാണോടാ? ഹലോ, ആ മോനെ കേൾക്കുന്നുണ്ടാ? പറഞ്ഞോ, എന്തുണ്ട് വിശേഷം? പിള്ളേരൊക്കെ എന്ത് ചെയ്യണം മക്കളെ? മേരിക്കുട്ടി എന്തിയേ? അവക്ക് ഇന്നും ഡ്യൂട്ടിയാണോ? ആഹാ, അവളുള്ള ഡ്യൂട്ടി എല്ലാം ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. ചുമ്മാ അല്ല അപ്പച്ചനെ അമ്മച്ചിയെ മക്കൾ ഓർത്ത ഇല്ലയോ? ആ മോനെ, പിന്നെ ഈ കുവൈറ്റിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം അത് പറഞ്ഞു കേട്ടല്ലോ. അവിടെ ദുബായിൽ വല്ല കുഴപ്പമുണ്ടോടാ? അയ്യോ ആണോ? അത് ശരി, അവിടെയും പ്രശ്നമായി തുടങ്ങിയോ? ഹോ, ഇവിടുത്തെ കാര്യം മക്കൾക്ക് അറിയാമല്ലോടാ. എന്റെ ദൈവമേ, ആ ദിവസത്തെ പറ്റി ഓർക്കാൻ കൂടെ വയ്യ പൊന്നു മോനെ അമ്മച്ചിക്ക്. നമ്മളും കുറെ പോയി കൊടുത്തറ മക്കളെ, കുറെ ക്യാമ്പിലൊക്കെ. റാന്നിയിലൊക്കെ ഇപ്പൊ ഒരുവിധമൊക്കെ ശരിയായി വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്തോ മക്കളെ, വിസിറ്റ് വിസയോ? ആർക്ക്? അപ്പച്ചനോ അമ്മച്ചിക്കോ? വേണ്ടാന്ന് പറയടി. അവിടെ ഇപ്പൊ 4 മാസത്തെ പൊതുമാപ്പ് ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അവിടെയൊക്കെ മേടിയെ കിട്ടാൻ വലിയ പാടാ. അതിന് പിള്ളേരെ നോക്കാനാടി, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. വേണ്ടാന്ന് പറയടി, വേണ്ടാന്ന് പറ. ഓ വേണ്ടടാ മക്കളെ, അപ്പച്ചനോടൊന്ന് ചോദിക്കട്ടെ. മോനെ മോനെ, അപ്പച്ചൻ എന്താ പറയണമെന്ന് പറയുന്നു നിന്നോട്. ഞാൻ കൊടുക്കട്ടെ, അപ്പച്ചന്റെ കൊടുക്കാം ഫോണ്. ദേ എന്താ മനുഷ്യ നിങ്ങൾ പറയാം ഇങ്ങോട്ട്. ഹലോ മോനെ ജോണിക്കുട്ടി, വിസിറ്റ് വിസയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടടാ. ഇപ്പൊ എന്തായാലും അപ്പച്ചനും അമ്മച്ചിക്കൊന്നും വരാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിസംബർ 1-ാം തീയതി ആയില്ലോടാ. ഇനിയിപ്പം വേണ്ടേ, ഈ ആണ്ടരയോഗമായി, പല വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയായി, ഇനിയും ചർച്ചിന്റെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ എന്തായാലും മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ജനുവരിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വിസിറ്റ് വിസയുടെ കാര്യം ഉണ്ടല്ലോ, അതൊക്കെ അപ്പച്ചൻ കുറച്ച് കഴിയുമ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം കേട്ടോ മോനെ. പിന്നെ ഒത്തിരി ദിവസമായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
എടാ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അപ്പച്ചൻ പറയുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എടാ ഈ ദശാംശം എന്ന് പറയുന്നതൊക്കെ ദൈവം നമുക്ക് തരുന്ന നന്മയെ നമ്മൾ വേർതിരിക്കേണ്ടതാണ്. നീ അതെ ഈ നോക്കിയും കണ്ടുമൊക്കെ വേണം ചെലവാക്കാനായിട്ട്. ഒന്നാമത് അവിടെ ഇഷ്ടംപോലെ വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്നു പോകുന്ന അപ്പച്ചൻ കേൾക്കുന്നുണ്ട്. എടാ ഈ ഒരു കണക്കൂട്ടലില്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെലവാക്കരുത്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നില്ലൂടാ പ്രമാണം. അല്ലല്ലല്ല, നാട്ടുപ്രമാണം. അവനെന്തോ പറഞ്ഞാലും ബൈബിളിലെ ഒരു കാര്യം. എടാ ഈ ദശാംശം നിനക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ വയ്യാമെങ്കിലേ നീ ആ പൈസ ഇങ്ങോട്ട് അയക്കുക. അപ്പച്ചൻ ഇവിടെ വേണ്ട രീതിയിലൊക്കെ ആ കാര്യങ്ങളും ചെയ്തോളാം. കേട്ടോടാ മോനെ? ഓക്കെ മോനെ, എന്നാ വെക്കട്ടേടാ. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നടാ. എടാ ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ നീ നാളെ കാണുന്ന വിളിക്കുവാനേ, കേട്ടോ? ഓക്കെ ഓക്കെ ബൈ. ഓ മനുഷ്യനെ, നിങ്ങളോ ദശാംശം കൊടുക്കുന്നില്ല, ആ കൊടുക്കുന്ന അവനെ എങ്കിലും ഒന്ന് സമ്മതിക്ക്. എന്തിനാ വെറുതെ ഇങ്ങനെ ദൈവശാപം കുടുംബത്തിൽ വലിച്ചു വരുത്തുന്നേ? എടി ഞാൻ ദശാംശം കൊടുക്കുന്നില്ലെന്ന് ആരാടി പറഞ്ഞത്? എടി നീ നാളായതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്ന ഈ ഓട്ടോ കൂലി, പിന്നെ നമ്മുടെ സഭായോഗത്തിന് ഇടുന്ന സ്തോത്ര കാഴ്ച, പിന്നെ ഇവിടെ നടത്തുന്ന പ്രാർത്ഥനയ്ക്കല്ല ഇടപ്രാർത്ഥനയ്ക്കല്ല നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ പൈസ, പിന്നെ ഇവിടെ വരുത്തുന്ന മാസികയുടെ മുഴുവനും വരിസംഖ്യ, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാ അവിടെ നിന്ന് അറിയാൻ ബാക്കി ഇങ്ങോട്ട് തരണം. അറിയാവൂടി? എല്ലാം കൂടെ കൂട്ടി വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോട്ടോ നിങ്ങള്. പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്ന്. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. പറഞ്ഞാലൊട്ടും നിങ്ങൾ കേൾക്കത്തുമില്ല. ഞാൻ പോവാ, അടുക്കള എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. വയറ് വിശന്നിരിക്കുമ്പോഴാ അവിടെ ഒരു ഡയലോഗ്. പോയി ചോറ് വിളമ്പടി, ചുമ്മാ മനുഷ്യനെ ചൂട് പിടിപ്പിക്കാതെ. അപ്പച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മോനെ ഇത്ര കാര്യമായിട്ട് അപ്പച്ചനോട് പറയാനുള്ളത്? നിനക്കെന്താ ഇപ്പം കല്യാണം കഴിക്കണോ? അപ്പച്ചൻ തമാശകളാ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ടാ പറയാൻ വന്നേ. എടാ മോനെ, കല്യാണം കഴിഞ്ഞിട്ട് അപ്പച്ചനും ഇത്രയൊക്കെ സീരിയസ് ആയി? അതല്ല അപ്പച്ച, അപ്പച്ചന്റെ ഇന്നത്തെ പ്രബോധനത്തിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. എടാ മോനെ, എന്തോ നീ പറഞ്ഞേ? എടാ നിന്നോടോ ദൈവാത്മാവോ? എന്റെ പ്രബോധനത്തിലോ? എടി മറിയാമേ, നീ ഇത് കേട്ടോടി? എടി എന്റെ പ്രസംഗത്തിൽ ദൈവാത്മാവ് സംസാരിച്ചെന്ന്. ഓ എന്തോ അവിടെ വന്ന പാടെ അപ്പനും മോനോട് അങ്ങ് തുടങ്ങിയോ? അതെ, ദൈവാത്മാവ് എന്താ പറയാ നിന്നോട് സംസാരിച്ചത്? ഇന്ന് അപ്പച്ചൻ പ്രബോധിപ്പിച്ചപ്പോഴേ സുവിശേഷ വേലയ്ക്ക് ചെറുപ്പക്കാർ ഇറങ്ങണമെന്ന് ആഹ്വാനം കൊടുത്തില്ലേ? അപ്പൊ ഞാനും സുവിശേഷ വേലയ്ക്ക് അങ്ങ് സമർപ്പിച്ചു. എടാ മോനെ, അത് നിന്നെ ഉദ്ദേശിച്ചല്ലടാ അപ്പച്ചൻ പറഞ്ഞത്. എടാ ആ പീലിപ്പോസിന്റെ മോനെ ഉദ്ദേശിച്ച. അപ്പുറത്തെ പീലിപ്പോസിന്റെ മോൻ ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടി അഡ്മിഷനൊക്കെ തയ്യാറാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അവരിട്ട് ഞാനൊന്ന് വെച്ചതാ. നിന്നോട് ആരാ പറഞ്ഞത് അങ്ങോട്ട് കേറി കേൾക്കാൻ? അതെ അപ്പച്ച. പിന്നെ എടാ നിന്റെ സുവിശേഷ വേലയ്ക്ക് വിടാനായിരുന്നെങ്കിൽ എനിക്ക് ഈ MBA വരെ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല ബൈബിൾ കോളേജിൽ കൊണ്ട് വിടുവായിരുന്നു. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും രൂപ മുടക്കി നിന്നെ പഠിപ്പിച്ചത്? എടാ മോനെ, അപ്പച്ചന് നിന്നെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ കുറെ സ്വപ്നങ്ങളുണ്ട്. നീ ഇതെല്ലാം കൂടെ തല്ലി ഉടക്കരുത്. നിന്നെ ഒന്ന് നല്ലൊരു ജോലിയിലും നല്ലൊരു സ്ഥാനത്തും ഒക്കെ ആയിട്ട് വേണം അപ്പച്ചനൊന്ന് വിശ്രമിക്കാൻ. എടാ ഈ കുടുംബത്തിന്റെ ഭാവി നീയാ. അതേസമയം ആ ജോണിക്കുട്ടിയെ പഠിച്ചിറങ്ങിയപ്പോഴെങ്ങാണോ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സമ്മതിക്കുമായിരുന്നു. കാര്യം അവനെ അപ്പച്ചൻ അധികം ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്നെ ഇത്രയും MBA വരെ പഠിപ്പിക്കാൻ അപ്പച്ചൻ എന്തുമേടി രൂപ മുടക്കി. ഇതെല്ലാം കൂടെ ഒറ്റ നിമിഷം കൊണ്ട് തല്ലുപൊടിക്കുന്ന വർത്താനമൊന്നും പറയല്ലേ? അല്ല അപ്പച്ച, എന്തുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകണ്ട എന്ന് പറയുന്നേ? കുറെ നാളായിട്ട് ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. എടാ മോനെ, നീ സുവിശേഷ വേല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ എടാ കുഞ്ഞെ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അല്ല, നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടുപോടാ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ബീനാ ചേച്ചി എന്തിനാ പാസ്റ്ററെ കൊണ്ട് കെട്ടിച്ചേ? എടാ മോനെ, അതിന്റെ കുട്ടൻസേ ഇന്ന് വരെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അത് നിന്റെ ഈ അമ്മച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എടാ ഇന്ന് വേണമെങ്കിൽ അത് ഞാൻ നിന്നോടും പറയാം. എടാ എന്റെ മോള്, അതായത് നിന്റെ പെങ്ങള് ബീന, ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു? ഈ അപ്പച്ചൻ പറയുന്ന അനുസരിക്കുമായിരുന്നു? ഈ അമ്മച്ചി പറയുന്ന അനുസരിക്കുമായിരുന്നു? എടാ അങ്ങനെയുള്ള അവളെ പിടിച്ച് ഞാൻ ഒരു സാധാരണക്കാരന് കെട്ടിച്ചു കൊടുത്താ 4 ദിവസം കഴിയുമ്പോൾ അവൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടുക. അതേസമയം അവനൊരു പാസ്റ്റർ ആണെങ്കിൽ ഭാര്യയെ തല്ലാൻ പറ്റൂ, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റൂ, പിന്നെ കർത്താവ് കൊടുത്തൊരു കുരിശാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തവണോടാ. അതായിരുന്നല്ലേ അപ്പച്ചന്റെ മനസ്സിലിരിപ്പ്. എന്റെ ദൈവമേ, നീ അവനോട് ഇതൊന്നും പറയില്ലേ? ഇപ്പൊ സാഹചര്യം വന്നോണ്ട് അപ്പച്ചൻ നിന്നോടങ്ങ് പറഞ്ഞതാ. അതൊക്കെ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ ഇപ്പൊ സുന്ദരവേളയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല.
പറഞ്ഞാലും ഞാൻ ദൈവസേന എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല. അത് ഉറപ്പാണ്. മോനെ ഇപ്പം തന്നെ തിരുവല്ലയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പാസ്റ്റർമാരെ തടുത്ത് ആളുകൾ ഇറങ്ങിയാൽ മതി. അപ്പച്ചാ, അതിനെനിക്ക് തിരുവല്ല ദർശനമല്ല, നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവവേല ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. എടാ, അതിന് 10ാം ക്ലാസ് കഴിഞ്ഞ് എത്രയോ എണ്ണമുണ്ട്. അവരെല്ലോടും പോയി പഠിച്ചിട്ട് വേണമെങ്കിൽ ഹിന്ദിയും കൂടെ പഠിച്ചിട്ട് പൊക്കോട്ടെ. അത് നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? എത്രയോ എണ്ണമുണ്ട്. ഓ, ഞാൻ എത്ര പറഞ്ഞാലും ഇവന്റെ തലയിലോട്ട് കയറത്തില്ല. ഞാൻ മടുത്തു. ഇനി ഞാൻ ജോണിക്കുട്ടിയെ വിളിച്ച് ഇവനെ ഒന്ന് ഉപദേശിക്കാൻ പറയട്ടെ. ഹലോ, ഇവിടെ മോനെ ജോണിക്കുട്ടിയാണോ? ഇവിടെ മോനെ ജോണിക്കുട്ടി, നമ്മുടെ സണ്ണിമോൻ പോയടാ. അല്ലല്ലല്ല, അവൻ ജീവനോടുണ്ട്. അവൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നെന്ന്. എടാ, അപ്പച്ചൻ എത്ര ഉപദേശിച്ചിട്ടും അവൻ തറുതല പറഞ്ഞു നിൽക്കുക. നീ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കടാ. എടാ, അവന് സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് ഒരേ പിടിവാക്കി. ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി മോനെ. അല്ലല്ലല്ല, അവനെ അങ്ങനെ ദൈവം പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എടാ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പച്ചൻ അവനെ ഇത്രയും പഠിപ്പിച്ചത് സുവിശേഷ വേലയ്ക്ക് വിടാനാണോ? നീ ആ കാര്യമൊക്കെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്യും. ഞാൻ അവിടെ വിസിറ്റ് വിസയ്ക്ക് എത്രയോ ആൾക്കാർ വരുന്നു. ഈ ഒരു വിസിറ്റ് വിസ എടുത്ത് അവനെ അങ്ങോട്ടൊന്ന് കൊണ്ടു. അവിടെ ഞാൻ ഒരു ജോലി വല്ലതും വാങ്ങിച്ചു കൊടുക്കും. കുറച്ച് നാളൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴേ അവന്റെ ഈ സ്വഭാവത്തിനൊക്കെ ഒരു വ്യത്യാസം വരും. അവിടെ ഇപ്പം തന്നെ ചർച്ചിൽ 13 ഉണ്ടെന്നോ? അത് സാരമില്ലടാ. എടാ, അവിടെ പാസ്റ്ററും ആ ചർച്ചും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലയോ? അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിക്കോളും. നീ ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോകും. ഒന്നും പോരാഞ്ഞിട്ട് എന്റെ ചെന്നിത്തലേന്ന് വേറെ ഒരാളും കൂടെ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററും കൂടെ അങ്ങോട്ട് വന്നില്ലയോ? അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് ഇവർക്കെല്ലാം ജോലി വാങ്ങിച്ചു കൊടുത്തോളും. നീ ഇവനെ ഒരു വിസിറ്റേഴ്സ് എടുത്ത് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാൽ മതി. ഓക്കെ? ഞാൻ മോനെ ചെയ്യണേടാ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് നോക്ക്. അവന്റെ മനസ്സ് മാറുവാണെങ്കിൽ അപ്പച്ചൻ അവനിപ്പോഴെ വിടുന്നില്ല. അവൻ കുറച്ചാളും കൂടി ഇവിടെ നിന്നോട്ടെ. ഓക്കെ മോനെ, ഓക്കെ, വെക്കട്ടേടാ. ഓക്കെ, വിളിക്കണേടാ. അമ്മച്ചി, ഞാൻ ഗൾഫിലൊന്നും ജോലിക്ക് പോകുന്നില്ല. നീ അപ്പച്ചനോട് പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. മോനെ, നീ വിഷമിക്കണ്ട. ഇപ്പൊ അപ്പച്ചന്റെ തലയിൽ ഒന്നും കേറത്തില്ല. പിന്നെ അമ്മച്ചി സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഒന്ന് പറഞ്ഞ കേക്ക് അപ്പച്ചൻ. എന്റെ ദൈവമേ, ഇപ്പം പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കെല്ലാം എങ്ങനെ 4 പുത്തൻ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. അന്നേരം ഞാൻ ഇവിടെ ഒരുത്തിന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. ഇവരെയൊക്കെ തലയിൽ എന്തോ പറ്റിയത്. എന്റെ ദൈവമേ, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ജീവിക്കണമെങ്കിൽ മാസം എത്ര രൂപയുണ്ടെങ്കിൽ പറ്റും. ഇവൻ മാസം ശമ്പളം വാങ്ങിച്ച് എന്റെ കൈ കൊണ്ട് തരുന്ന സ്വപ്നമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, ഇവൻ ഇവിടുത്തെ നിലയും വില അനുസരിച്ച് ഒരു കല്യാണം കഴിക്കുമ്പോൾ നല്ലൊരു തുക സ്ത്രീധനം കിട്ടുന്നതല്ലേ? ഇതെങ്കിലും ഇവൻ വിചാരിക്കണ്ടേ? ഇപ്പൊ എല്ലാം കളഞ്ഞു കുളിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയേക്കോ. ഓ, ഇതെല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര നെഞ്ചുവേദന. എന്റെ ദൈവമേ, ഓ എനിക്ക് വയ്യ. എന്റെ ദൈവമേ. ഓ, എടി മറിയമേ, നീ വെള്ളം എടുക്കടി, വേർക്കുന്നടി. അയ്യോ, എന്താ പറ്റി മനുഷ്യൻ നിങ്ങൾക്ക്? എന്തിനാ മനുഷ്യൻ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ടെൻഷനെല്ലാം കൂടെ വിളിച്ച് തലയിൽ വെക്കുന്നേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുവിശേഷ വല്ലോ കുറഞ്ഞ ജോലി വല്ലോ ആണോ? നമ്മുടെ അപ്പനും അമ്മയൊക്കെ പണ്ടത്തെ കാലത്ത് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ടല്ലയോ ഈ നന്മകളെല്ലാം നമുക്ക് കിട്ടിയത്? അതൊക്കെയല്ലേ നമ്മുടെ തലമുറ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ആവശ്യമില്ല ടെൻഷൻ ഒന്നും എടുക്കാതെ വെച്ചാ. കൊളിമല്ലടിക്കുന്നല്ലോടി, ഒന്ന് പോയി നോക്ക്. സനുമോനെ, നീ ഒന്ന് പോയി നോക്കടാ. ആ പാസ്റ്റർ അപ്പച്ച, പ്രൈസോ പാസ്റ്ററെ, വന്നിരുന്നാട്ടെ. ആ പാസ്റ്റർ എന്തായാലും തക്ക സമയത്താ വന്നത്. വാ പാസ്റ്റർ, വാ ഇരിക്ക്. പാസ്റ്ററെ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി പാസ്റ്റർ. കുറച്ചു നേരമായി അപ്പനും മോനോട് തുടങ്ങിയിട്ട്. എന്റെ പാസ്റ്ററെ, ചർച്ചയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഇവന് ദൈവവിളി ഉണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് പോകണമെന്നു. ഇത് നേരത്തെ അവൻ തീരുമാനിച്ച് ഉള്ളി വെച്ചിരുന്നതാണെന്നു ഒക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് ഇറക്കം പറഞ്ഞ് പിടിവാശി എടുക്കുക. ഞാൻ അവനോട് മാക്സിമം പറഞ്ഞു നോക്കി. പാസ്റ്ററെങ്കിലും പറഞ്ഞു ഇവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. പാസ്റ്ററെ, മോനെ, നീ വ്യക്തമായി ദൈവശബ്ദം കേട്ടോ? ദൈവം നിന്നെ വിളിച്ചെന്ന് ഉറപ്പുണ്ടോ? മോനെ, സുവിശേഷ വേലയിൽ അറിയപ്പെടാത്തൊരു കാലവുമുണ്ട്, അറിയപ്പെടുന്നൊരു കാലവുമുണ്ട്. അറിയപ്പെടാത്ത കാലത്തിൽ നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയപ്പെടുന്നൊരു കാലത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. വ്യക്തമായി ദൈവശബ്ദം കേട്ടാണ് നീ ഇറങ്ങുന്നുവെങ്കിൽ ഇതൊരു നല്ല തീരുമാനമാണ് മോനെ. എന്റെ ദൈവമേ,
പാസ്റ്റർ കൂടി ഇപ്പൊ അവന്റെ കൂടെ ചേർന്നു. നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ എനിക്ക് ആകെ ടെൻഷൻ തരുവാണോ? അപ്പച്ചാ, ലോകത്തിലെ ഏറ്റവും നല്ല ജോലി സുവിശേഷ വേലയാണ്. അതുകൊണ്ടല്ലേ ബില്ലി ഗ്രഹാമിന് അമേരിക്കൻ പ്രസിഡന്റ് പദവി വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് താഴേക്ക് വരുവാൻ താല്പര്യമില്ല എന്ന്. അപ്പച്ചാ, വ്യക്തമായ ദൈവശബ്ദം കേട്ടുവെങ്കിൽ അവന്റെ തീരുമാനം ഉചിതം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകേണ്ടതല്ലേ? ശരി പാസ്റ്ററെ, അവനെടുത്ത തീരുമാനം പോലെ അവൻ ദൈവവേലയ്ക്ക് പോകട്ടെ. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അതെ അപ്പച്ച, നമ്മുടെ സന്തതികൾ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് അവർ വേർതിരിയട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നല്ല കൈയടി. മനോഹരമായൊരു സന്ദേശം പങ്കുവച്ചുകൊണ്ട് ആണ് വിതുര ചർച്ചിൻ്റെ സ്കിറ്റ് അവർ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്ത പ്രോഗ്രാമിന് റെഡിയാണോ? നിങ്ങൾ എല്ലാവരും ഉറങ്ങിയോ? സ്കിറ്റ് കണ്ട് ഒന്നുകൂടി ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അടുത്തൊരു വണ്ടർഫുൾ പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് KFM ചർച്ച് സിറ്റി ആണ്. അവർ കൃപായുഗം എന്ന അവരുടെ സ്കിറ്റാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം KFM സിറ്റി ചർച്ച് ഓൺ ദ സ്റ്റേജ്. 2023 പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി KFM സിറ്റി ചർച്ച് അംഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന ദൃശ്യാവിഷ്കാരം ഇത് കൃപായുഗം അഥവാ പുതിയ നിയമകാലം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളെ കാണുന്ന ഈ ദേശത്തിലെ എല്ലാ ദേശനിവാസികൾക്കും നല്ലവരായ നാട്ടുകാർക്കും
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പു. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പു. പഴയ നിയമകാലത്തിൽ നാം ചെയ്യുന്ന തെറ്റുകളെ ദൈവം നേരിട്ടോ ദൈവം നിയോഗിച്ച ദൈവപുരുഷന്മാരാലോ ശിക്ഷ അപ്പോൾ വിധിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമകാലമായ ഇപ്പോൾ ഈ കൃപായുഗത്തിൽ ദൈവം ക്ഷമിക്കുവാൻ തയ്യാറാണ്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം ക്ഷമിക്കും. ഒന്നും മനസ്സിലായില്ല. എന്താണ് നിങ്ങൾ പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇത്? സഹോദരൻ അവിടെ ചെന്നിരുന്നാട്ടെ, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് കാണിച്ചു തരും. ഓക്കെ? യോശുവോടൊപ്പം കടന്നിടരുന്നു. യഹോവയോട് മുഖാമുഖം സംസാരിക്കുവാൻ പർവ്വതത്തിലേക്ക് കയറി പോകുവാനായി തയ്യാറെടുക്കുന്നു. തുടർന്നതാണ്. സഹോദരങ്ങളെ, ശാന്തരാകുക. അഹരോൻ, ഞാൻ തിരികെ വരുന്നതുവരെ ജനത്തിനെ നോക്കി നടത്തുക. അപ്രകാരമാകട്ടെ. നമുക്കെല്ലാവർക്കും യഹോവയെ ആരാധിക്കാം. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കായിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായിടുവിൻ. യഹോവ തന്നെ ദൈവമനറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ വല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ നല്ലവനല്ലോ, ദൈവമുള്ളത്. അവൻ വല്ലവനല്ലോ, ദൈവമുള്ളത്. മോശ എന്താ ഇത്രയും താമസിക്കുന്നത്? ഞങ്ങളെപ്പറ്റി മോശയ്ക്ക് ഒരു ചിന്തയുമില്ലേ? 40 ദിവസമായില്ലേ? ഇത് ശരിയാവില്ല. ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ആരാധിക്കാൻ ഒരു ദേവനെ തന്നാലേ ഇത് ശരിയാവില്ല. ശരിയാവില്ല. ശരിയാവേയില്ല. ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറ്റില്ല. ശരിയാവില്ല. നമുക്ക് ആരാധിക്കാൻ ഒരു ദേവനെ തന്നാലേ പറ്റത്തുള്ളൂ. ശരിയാവത്തേ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് അഭിപ്രായം. എങ്കിലൊരു വഴി ഉണ്ടാക്കാം. നിങ്ങളുടെ കൈവശങ്ങളിലുള്ള ആഭരണങ്ങൾ എൻ്റെ കയ്യിൽ തരിക. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊരു ദേവനെ ഉണ്ടാക്കിത്തരാം. അതുപോലെ എന്നാൽ ആഘോഷം തുടങ്ങട്ടെ.
യഹോവയായ ദൈവത്തിന് വിരുദ്ധമായി ചെയ്ത ഈ ജനത്തിന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. ആരുണ്ട് യഹോവയുടെ പക്ഷത്തു നിന്ന് ഇതിന് പ്രതികാരം ചെയ്യുവാൻ? ലേവ്യൻസ്, യഹോവയായ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച ഈ ജനത്തിനെ പിന്തുടർന്ന് നിഗ്രഹിച്ചു കളയുക. ഇതാണ് പഴയ നിയമകാലത്തെ ശിക്ഷ. നേരിട്ടോ ദൈവം നിയോഗിക്കുന്ന ദൈവപുരുഷന്മാരാലോ വിധി ഉടനടി അപ്പോൾ നടക്കാം. എന്നാൽ പുതിയ നിയമകാലമായി ഇപ്പോൾ കൃപായുഗമാണ്. എത്ര കടം ചുവപ്പുള്ള പാപവും ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു ദൈവഭാഗത്ത് ചേർന്നാൽ ദൈവം അത് ക്ഷമിച്ചു കൊടുക്കും. ക്ഷമയുടെ സ്നേഹത്തിൻ്റെ കൃപയുടെ ദൈവമായ യേശു പടയാളികളാൽ പീഡനം അനുഭവിച്ചുകൊണ്ട് കയറി വരുന്നു. തുടർന്ന് കാണുക. ജനത്തോട് ശാന്തരാകാൻ പറക. നിങ്ങൾ ശാന്തരാകുക. ദൈവിക നീതി വെളിപ്പെടട്ടെ. സകല മാനവജാതിക്കും വേണ്ടി ഇത് നിവർത്തിയാവേണം. ആയതിനാൽ ദൈവം ഇവരോട് പുറപ്പെട്ടെ. ഈ മാതൃക പിൻപറ്റി നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ. ആമേൻ. നിങ്ങൾ ശാന്തരാകുക. സഹോദര, എന്തു പറയുന്നു? എന്തെങ്കിലും മനസ്സിലായോ? അയ്യോ, ഇത്രയും സ്നേഹനിധിയാണോ ഈ ദൈവം? ഒരു പ്രതികാര മനോഭാവവും ഇല്ലാത്ത ദൈവമാണോ യേശു? എൻ്റെ പാപം യേശു ക്ഷമിച്ചു തരുമോ? തീർച്ചയായും. എങ്കിൽ ഞാൻ ഇനി മുതൽ ഈ ദൈവത്തിൻ്റെ ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, പ്രിയ സഹോദരനെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെയും ശ്രവിച്ച ഈ ദേശത്തിലെ നല്ലവരായ നാട്ടുകാരെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. അവരുടെ അറിവില്ലായ്മയുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു കൊടുത്തതിന് നന്ദി പറയുന്നു കർത്താവേ. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ, യേശുവിൽ വിശ്വസിക്കുവാൻ സ്വർഗ്ഗത്തിലെ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഒരു ആത്മാവ് ദൈവഭാഗത്ത് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് പുതുവത്സര ദിനമായ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ? കേറി വാടാ മക്കളെ.
അയ്യോ എല്ലാവരും സൈലന്റ് ആയി പോയി. ഹലോ ഹലോ, വെരി ഗുഡ്. എല്ലാവരും ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ആരും ഉറങ്ങിപ്പോരുത്. ഇനിയും നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ഡാൻസ് ഉണ്ട്. ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? നോ, വൈ? നിങ്ങളുടെ കൂട്ടുകാരാ. ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? യെസ്. എല്ലാ അമ്മമാരും പറഞ്ഞേ ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? അമ്മമാർക്ക് എനർജി ഇല്ല. ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? യെസ്. അച്ഛന്മാര് പറഞ്ഞേ ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ആർ യു റെഡി ടു വാച്ച് ഇറ്റ്? ഓ വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ നെടുമാങ്ങാട് ചർച്ചിലെ എല്ലാ കൊച്ചു കൂട്ടുകാരുമാണ് ഇനി നമ്മുടെ ഫ്രണ്ടിലേക്ക് ഡാൻസുമായിട്ട് എത്തുന്നത്. അവരുടെ കൊച്ചു 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 സ്റ്റെപ്സ് ആയിട്ടുള്ള നല്ല നല്ല ഡാൻസാണ്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അവർ കൊച്ചു കൂട്ടുകാരാണ്. അപ്പോൾ അവർ എത്രയോ എഫേർട്ട് എടുത്താണ് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഡാൻസുമായിട്ട് വരുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ലെറ്റ്സ് വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. ഓക്കെ, ആദ്യമായി നാലാം സമ്മാനം ലഭിക്കുന്നത് സിസ്റ്റർ വിദ്യ പുതുക്കുളങ്ങരയുള്ള വിദ്യ സിസ്റ്റർ സ്റ്റേജിലേക്ക് കടന്നു വരണം. പുതുക്കുളങ്ങരയുള്ള വിദ്യ സിസ്റ്റർ. നമ്മൾ അവർക്ക് ആ സമയത്ത് വേറൊരു ഗിഫ്റ്റാണ് കൊടുത്തത്. സർപ്രൈസ് ആയിട്ടാണ് 4th പ്ലേസ്. ഓക്കെ, 4th പ്രൈസ് ഒരു കാസറോൾ ആണ്. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. സമ്മാനം നൽകുന്നത് പാസ്റ്ററുടെ അച്ഛൻ ഇപ്പോൾ സമ്മാനം നൽകും. 4ാം സമ്മാനം. അടുത്തതായി മൂന്നാം സമ്മാനം ലഭിക്കുന്നത് കെവിൻ വിക്ടർ മഞ്ചയിലെ കെവിൻ വിക്ടറിനാണ് 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. കെവിൻ വിക്ടർ മഞ്ച. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. 3ാം സമ്മാനം കുക്കർ. പാസ്റ്ററുടെ അമ്മ ഈ സമയം. അടുത്തതായി 2ാം സമ്മാനം സ്പോൺസേർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ് നെടുമങ്ങാട്. അത് ഏറ്റുവാങ്ങുന്നത് രാധ അത്തിയറയുള്ള രാധ സിസ്റ്ററിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസ്കോ ജുവലേഴ്സ് നെടുമങ്ങാട്. രാധ സിസ്റ്ററിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനം ഇപ്പോൾ രണ്ടുപേരും ചേർന്ന് സമ്മാനം നൽകുന്നതായിരിക്കും. സെക്കൻഡ് പ്രൈസ് ജോസ്കോ ജുവലേഴ്സ് നെടുമങ്ങാട് നൽകുന്ന ഒരു സമ്മാനമാണ്. അത് ഏറ്റുവാങ്ങുന്നത് സിസ്റ്റർ രാധ. അടുത്തതായിട്ട് ഫസ്റ്റ് പ്രൈസ്. ആരാണ് ആ ഫസ്റ്റ് പ്രൈസ് വിജയ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ഒരുക്കുന്നത് KFM ചർച്ച് ഒരുക്കുന്ന ഫസ്റ്റ് പ്രൈസ് ആണ്. അത് ഏറ്റുവാങ്ങുന്നത് ബ്രദർ അനന്തു പ്രസാദ് മലമുകളിൽ നിന്നുമുള്ള ബ്രദർ അനന്തു പ്രസാദ്. ഇപ്പോൾ പാസ്റ്റർ അമ്മയും അച്ഛനും ഒരുമിച്ച് ഈ സമ്മാനം നൽകുന്നതാണ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ KFM ചർച്ച്. ബ്രദർ അനന്തു പ്രസാദ് മലമുകൾ. നന്നായി കരമടിച്ചേ. Christmas tree first prize Anandu Prasad. Gift sponsored by KFM Church Nedumangad.
താങ്ക് യു പാസ്റ്ററുടെ അച്ഛനും അമ്മയ്ക്കും താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വീണ്ടും പ്രോഗ്രാംസ് റീസ്റ്റാർട്ട് ചെയ്താലോ? റെഡി? ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ പാലോട് ചർച്ചിലെ കൂട്ടുകാർ ഒരുക്കുന്ന ഒരു വണ്ടർഫുൾ ഡാൻസ് പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി ഐ വെൽക്കം പാലോട് ചർച്ച് മെമ്പേഴ്സ് ടു ദ സ്റ്റേജ്. ഇഷ്ടപ്പെട്ടോ?
ഇവിടെ കൊച്ചുകൂട്ടുകാർ ആരും ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വലിയവരും അവരെ മാതൃകയാക്കി നിങ്ങളും ഉറങ്ങാതിരിക്കുക, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് അപ്പോൺ ദ നെക്സ്റ്റ് പ്രോഗ്രാം. ആൻഡ് നമ്മുടെ KFM നെടുമങ്ങാട് ചർച്ച് ഇന്ന് ഒരു സ്കിറ്റുമായി അവർ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പേര് റെഡിയാണ് വാച്ച് ചെയ്യാനായിട്ട്? പോരല്ലോ. ഹൗ മെനി ഓഫ് യു ആർ റെഡി? യെസ്, വെരി ഗുഡ്. സോ വി ആർ മൂവിങ് അപ്പോൺ ദ നെക്സ്റ്റ് പ്രോഗ്രാം. അഗാപ്പെ എന്ന് പറയുന്ന സ്കിറ്റാണ്, ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു സ്കിറ്റാണ്. നമുക്ക് അത് കാണാം. നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറട്ടെ. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പുതുവത്സര രാവിനെ വരവേൽക്കാൻ മനസ്സിൽ ഉന്മാദത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഉൾത്തുടുപ്പുകൾ വാദ്യമേളമാക്കി ആഘോഷത്തിർമിർപ്പിൽ ആയിരിക്കുന്ന KFM കുടുംബത്തിലെ പ്രിയ സഹോദരങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ സ്നേഹവന്ദനം. കഥയെന്നാൽ കേൾക്കാൻ കൊതിക്കുന്നതും സംഗീതമെന്നാൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതുമായതിനാൽ സംഗീതത്തെയും കഥയെയും കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു ചെറുനാടകം, അഗാപ്പെ. സീൻ 1, പാപ്പച്ചൻ്റെ വീട്. നിനക്കറിയില്ലേ നിന്റെ അപ്പ എപ്പോഴാ വരുന്നതെന്ന്? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ 2 കാലിൽ ഇറങ്ങിപ്പോവും. കാറ് വരുമ്പോഴത്തേക്ക് 4 കാല് കയറി വരും. അപ്പ എപ്പോഴാ വരുന്നത്? ചേട്ടാ ചേട്ടാ ഇതൊന്ന് ശരിയാക്കി തരോ? എനിക്കിവിടെ 100 വട്ടം കാര്യങ്ങളുള്ളപ്പോഴാ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേടി, രാവിലെ തന്നെ. എന്റെ അപ്പൻ ഇങ്ങനെ എനിക്കിങ്ങനാവാ. എന്റെ ഒരു വീതി എന്ത് ചെയ്യാനത് കാത്തു നിൽക്കും പാപ്പച്ചൻ. ഹലോ സിസ്റ്റർ, പാപ്പച്ചൻ മാറിയിട്ടില്ല. എന്നെ ചർച്ചിലൊന്നും വിടില്ല പാസ്റ്റർ. അവനെന്താ ചെയ്യുന്നത് ഇപ്പൊ? എനിക്കറിയില്ല പാസ്റ്റർ, എപ്പോഴും വരും. വരാൻ സമയമായോ? പാസ്റ്റർ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. പാപ്പച്ചൻ ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നതല്ലേ? വരും അയ്യോ പാസ്റ്റർ, പാസ്റ്റർ പൊയ്ക്കോ. അങ്ങേര് വന്നു.
കണ്ട ഭാഷണമാരെ വിളിച്ച് വീട്ടിനകത്ത് കണ്ടതല്ല. എന്റെ വീട് വേണ്ട, നിന്റെ സമാധാനം എനിക്ക് വേണ്ട, അനുഗ്രഹം എനിക്ക് വേണ്ട. ഇറങ്ങിപ്പോളാ. ഇനി മേലെ എന്നെ ഈ കാമ്പൗണ്ടിനകത്ത് കയറിപ്പോയി ഞാൻ ചവിട്ടി ഓടിച്ചേ. അതിനകത്ത് സമയം നോക്കി എന്താ ഭാഷണം മാറേ എന്താ അമ്മാരെ വിളിച്ചെന്റെ വീട്ടിനകത്ത് കാണുന്നു. ഇവിടെ ഒരാളും ഉണ്ട്. ഇവിടെ എന്റെ ഭാഷമാരൊക്കെ വിളിച്ച് വീട്ടിൽ കാണാൻ വഴിയേക്കാം. എന്തൊരു കോഴിക്കൂടാ? പുൽക്കൂടാ? ഇതാണ് എന്താ പുൽക്കൂട്? ആ കൊച്ചു രാവിലെ മുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അതൊന്നും വാങ്ങിച്ചു കൊടുക്കൂല, എല്ലാം നശിപ്പിച്ചു. മാറ്റി ഭാര്യ അടിക്കാൻ പിന്നെ വേറെ അടിക്കാൻ പറ്റും. ഭാര്യ അടിക്കണം. നിന്റെ മോൻ നിന്റെ കൊച്ചല്ലടാ ബെജിയെടുത്ത് ഇടിക്കുന്നുണ്ടോ? നിന്നെ പോലെയാണ് കുടുംബം മൊത്തം മനസ്സിലാ. ഇതുപോലെയുള്ള പെമ്പിളെ ചെറിയ മണ്ടാടി പൊട്ടിക്കണത് ഇതുകൊണ്ടാണ്. അറിയാണോ? ഓരോ കുടുംബങ്ങൾ നശിപ്പിക്കണം ഇതുപോലെയുള്ള ഈ മദ്യപാനത്തിന് പോയ പേരിലാണ്. അറിയാണോ? പിന്നെ എന്തിനാ പെണ്ണുമ്പിള്ള എടുത്ത് ഇടിച്ചത് നീ? എന്റെ കുടുംബം എടുത്ത് പാടിക്കളെ കേട്ടോ. കേട്ടാ ആ കൊച്ചു പേടിച്ചിരിക്കുന്നു. എടാ നീ ആദ്യം നീ നന്നായാലും നിന്റെ കുടുംബം തന്നെ കേട്ടാ. അതാ ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ ഈ പുൽക്കോട് ചവിട്ടികളെ നിന്റെ കൂടെ ഞാൻ ചവിട്ടി പൊട്ടിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കേട്ടാ നീ വിളിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടാ. ഇപ്പോഴെന്തെല്ലാം കൊച്ചിനെ കറ്റി കൊണ്ടുപോകുന്നു പറഞ്ഞേട്ടാ. അവള് പാലിസിനെ എന്നെ അടിക്കാൻ വന്നു. ഈ പാലിസിന് എനിക്ക് പുല്ലല്ല. ഈ പാലിസിന് എനിക്ക് പുല്ലല്ല. ഞാൻ വിളിച്ചാൽ എന്റെ കൂട്ടുകാരൻ ഷിബു പാലിസാണ്. അവൻ വരും. ഞാൻ വിളിച്ചാൽ മതി. ഈ കഞ്ഞിയും കല്ലൊക്കെ പൂര എടുത്ത് തുടങ്ങിയ ഇത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ കിടന്ന് അവടി കവറക്കാൻ നമുക്ക് പോവാം. ഇവിടെ കിടക്കുന്ന നീ കിടന്നോ? നീ അകത്ത് കയറി സുഖിച്ച് കിടന്നോ? ഞാനിവിടെ കൂട്ടിയിട്ടോ? ഇവിടെ കിടക്കും പാരീസ്. ഒരു കുഴപ്പമില്ല എനിക്ക്. ഒരു കുഴപ്പമില്ല. പോലീസ് പിള്ളേർ ഞാൻ വിളിച്ചാലും പോലീസ് വരും. ആരാതെ പിന്നെ പോലീസ് വരുന്നത്?
പോലീസിരിക്കുന്നു ഒരു കുഴപ്പമില്ല അവർക്ക്. ഇതൊരു പോലീസ് യാത് പോലീസ് അവനെ അടിക്കുമെന്ന് അവർ അടിക്കുമെന്ന് അല്ല പോലീസ് പോലീസ് ഞാൻ വിളിച്ച പോലീസ് പട്ടണം വരുമോ? ഓ സീൻ 2 പിറ്റേന്ന് രാവിലെ. അതെ, ഇന്ന് പള്ളിയിൽ നിന്ന് കരോള് വരും കേട്ടോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം. തിരിച്ചു വരുമ്പോ ഇതുപോലെ തന്നെ വരണം കേട്ടോ. ആരോട് പറയാൻ, ആര് കേക്കാൻ? നീ ഇന്നലെ എവിടെ പോയിരുന്നു? ഫോണ് വിളിച്ചാലും എടുക്കൂല. അത് പറയാം നിങ്ങളാര്? എന്റെ കാര്യത്തിൽ പല തവണ ഞാൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്ന പോലെന്ന്. എനിക്കറിയാം. സീൻ 3 അന്ന് രാത്രി. ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരുടെ സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രികാലം അടിയങ്കി ഭവനത്തോടൊപ്പം ആയിരിക്കാൻ സഹായിച്ച നന്ദി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ഭവനത്തിലെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇവിടെയുള്ള മാതാവിനെയും പിതാവിനെയും കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം ദൈവമേ. ഈ ഒരു വർഷക്കാലം ഇവിടെ കൂടെ ഉണ്ടായിരിക്കണം നന്ദി പ്രാർത്ഥിക്കുന്നു ദൈവമേ. തുടർന്നുള്ള വർഷവും അങ്ങ് അനുഗ്രഹിക്കണം ദൈവമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas, and a Happy New Year, Happy New Year, and a Happy New Year, we wish you a Merry Christmas, New Year. ദൂരെ നിന്ന് വഴികളിലൂടെ ഒരു കാലി തുഴുത്തു തേടി 100 രാജാക്കന്മാരെത്തി.
ഹാപ്പി ക്രിസ്മസ്. പാപ്പയെ കണ്ടല്ലോ. ആരാണല്ലേ പാപ്പച്ചിയെ? ഈ ഒരു നല്ല ദിവസം കുടിക്കായിരുന്നു പാപ്പച്ചാനെ. കൊള്ളാം. പിന്നെ ഇന്ന് കുടിക്കാതെ ഇന്ന് കുടിക്കുമ്പോ അച്ഛാ ചിന്ന പള്ളിയിലൊക്കെ പോയി ഉപദേശിച്ചാ പോരെ. ഇവിടെ ഒന്നും ഉപദേശിക്കണം. എന്റെ വീടല്ലേ. നിന്നെ പറഞ്ഞ വന്ന് എന്നെ തല്ലിയായിരുന്നു. വാടാ നിങ്ങൾ പോളെ നിങ്ങൾ കണ്ടിട്ട് പോയി. വാഴക്കപ്പം രായന്റെ കടയിൽ വാഴക്കപ്പം അങ്ങനെ വേണ്ടെന്ന്. നല്ല നല്ല വാഴക്കപ്പം നല്ല അച്ചുമുറക്ക് അല്ല ഇതൊക്കെ വേണ്ടപ്പോൾ അങ്ങനെ വേണമെന്ന്. ഇനി നീന്ന് പറഞ്ഞ കരവെള്ളം വരുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കണം, അവർ ഇത് കൊടുക്കണം. അതൊന്നും എന്തിനാണ് ഞാൻ ഇങ്ങനെയാണോ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞത് രായന്റെ വാഴക്കപ്പം വാങ്ങിച്ച് കാരണവൻ്റെ അവിടെ നിന്ന് വാഴക്കപ്പം വാങ്ങിച്ച് ബാക്കി ഒക്കെ അവിടെ എല്ലാം എന്റെ ഒരു വിധി, എന്റെ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. നീ പറയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വലിക്ക് പോയി കുലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് വേണ്ടെന്ന് പറയാൻ അമ്മർക്ക് വേണ്ട. അമ്മ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോയ മണിയെന്ന് വിളിച്ചോണ്ട് ഞാൻ വിളിയാക്കണ്ടേ? ബ്രഹ്മ കഴിക്കാം. വാ വിളി വിളി ഒന്നും കളയണ്ട, ഒന്നും കളയണ്ട. ലോക്കെല്ലാം കളഞ്ഞു. ലോക്ക് കൊള്ളാം. എല്ലാം പറയുന്നു. ഉറുമ്പ് വരും ഇവിടെ. ഉറുമ്പ് വരും ഇവിടെ. എല്ലാം മറക്കി മാറ്റാണ്ട്. എല്ലാം മറക്കി മാറ്റി പോ. കൊള്ളാം. നല്ല ക്രിസ്മസ് ആയിട്ട് ഞാൻ അവർക്ക് എന്തര് ഞാൻ ജോലിക്ക് പോയ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പൈസ വേണ്ട വന്നത്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് അവർക്കൊന്നും വേണ്ടെന്ന്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാം ഹാപ്പി ക്രിസ്മസ്. അയൽപക്കത്തുള്ള എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അമിതമായ മദ്യപാനം മൂലം ലിവർ സിറോസിസ് ബാധിച്ച പാപ്പച്ചൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. പാപ്പച്ചയ എങ്ങനെയുണ്ട്? ഒരു മെഡിസിൻ ഉണ്ട് കേട്ടോ.
വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ഇനിയിപ്പോൾ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പാപ്പച്ചനെ നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ. എന്നെ ആർക്കും ഡോക്ടേഴ്സ് എന്നെ കഴിയുന്നത് അങ്ങനൊന്നും പറയല്ലേ പാപ്പച്ചായ. അതായിരുന്നു നല്ലത് കേട്ടോ. അറിയാം, ഞങ്ങൾ പോകുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നേ. പാപ്പച്ചായ, നമുക്ക് അന്ന് വന്ന പാസ്റ്ററെ വിളിച്ചാലോ പാപ്പച്ചായ? ആരും എന്നെ ഇനി അടുത്തോട്ട് അടുപ്പിക്കുന്നതല്ല. ഞാനിവിടെ കിടന്ന് തീരുന്ന. ഇല്ല പാപ്പച്ചായ, നമുക്ക് ആ പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം പാപ്പച്ചായ. ആ പാസ്റ്റർ ഒത്തിരി ഞാൻ അടിച്ചതാ, ഒത്തിരി ഞാൻ പാപ്പച്ചായ, ഒത്തിരി ഞാൻ ഉപദ്രവിച്ചതാ. ദൈവത്തിന് വേണ്ടി വേണ്ട മനുഷ്യർക്ക് പാപ്പച്ചായ. നമുക്ക് ആ പാസ്റ്ററെ വിളിക്കാം പാപ്പച്ചായ. ഇവിടെ കിടന്ന് ഞാൻ മരിക്കും. മാനസാന്തരപ്പെട്ടാൽ സ്വർഗം എത്രയധികം സന്തോഷിക്കും. അതുകൊണ്ട് ഭാര്യയായ പാപ്പച്ചൻ്റെ മാനസാന്തരം സ്വർഗം സന്തോഷിക്കുന്നതാണ് പാപ്പച്ച. പാപ്പച്ച നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ക്ഷമിക്കും പാപ്പച്ച. ദൈവം പാപ്പച്ചനോട് ക്ഷമിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഈ പാപിയായ പാപ്പച്ചൻ അങ്ങയുടെ സന്നിൽ മാനസാന്തരപ്പെട്ടു. അപ്പോൾ ആ മാനസാന്തരം സ്വർഗം സന്തോഷിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ യേശുവേ, അങ്ങയുടെ ഈ പാപിയുടെ മാനസാന്തരം അങ്ങ് സ്വർഗം സന്തോഷം ഞങ്ങൾ അറിയുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പാ, ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാകട്ടെ. ദൈവ കൃപയാൽ അനുഗ്രഹിക്കുന്നപ്പാ, പൂർണ്ണമായി സൗഖ്യമാകട്ടെ, വചനത്താൽ സൗഖ്യമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിന്റെ പിതാവേ, ആമേൻ. ഒരു വർഷത്തിന് ശേഷം പാപ്പച്ചൻ്റെ വീട്. ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ വർഷം തീർന്നു പോകേണ്ടത് ഞാൻ, അല്ലേ മറിയേ? കഴിഞ്ഞ വർഷം തീർന്നു പോകേണ്ട ഞാൻ. പക്ഷേ യേശുവിനെ ഞാൻ അറിഞ്ഞത് കൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടും. ആ മദ്യപാനത്തിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടു. യേശു എനിക്ക് സൗഖ്യം തന്നു. എത്ര നല്ലവൻ! എല്ലാ മഹത്വവും എൻ്റെ യേശുവിന്, എല്ലാ പുകഴ്ചയും എൻ്റെ യേശുവിന്. അവൻ രോഗിയെ സൗഖ്യമാക്കുന്നവൻ, അവൻ മദ്യപാനിക്ക് മാനസാന്തരം കൊടുക്കുന്നവൻ, അവൻ ഇന്നയും നിന്നെയും സൗഖ്യമാക്കുന്ന കർത്താവ്. ക്രിസ്തുവിൻ്റെ സ്നേഹം പാപ്പച്ചനെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വർഷം കാണാൻ പാപ്പച്ചന് കഴിയില്ലായിരുന്നു. ഇന്ന് നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാകാം, ഈ അവസ്ഥയിൽ നിന്നും വന്നവരുമാകാം. നിങ്ങൾ ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെയോ മറ്റേതെങ്കിലും ആസക്തികളുടെയോ കുടുങ്ങിക്കിടക്കുന്നവരാകാം. പക്ഷേ യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിന് സാധിക്കും. റോമർ 5:8
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു.